മരം ചൊറഞ്ഞ് ഇരുമ്പിന് ഗർഭമായി എന്ന് കേട്ടിട്ടുണ്ട്. ഏതാണ്ട് അതുപോലൊരു കാര്യമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടടിച്ച ഗോൾ ബൂമറാങ് പോലെ സ്വന്തം പോസ്റ്റിൽ തന്നെ പതിക്കുന്ന നയനമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഏതാണ്ട് തീരുമാനമായി. ഇപിയെ BJP ആക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമം നടത്തിയ ശോഭേച്ചിക്ക് നമ്മുടെ ശോഭാ സുരേന്ദ്രന് 8ൻ്റെയല്ല 16ൻ്റെ പണി കിട്ടി. ശോഭാ സുരേന്ദ്രൻ ഇടക്കാലത്ത് BJP വിടാൻ തീരുമാനിച്ചുവെന്ന് വെളിപ്പെടുത്തി വിവാദ ഇടനിലക്കാരൻ TG നന്ദകുമാർ രംഗത്തെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ LDF സ്ഥാനാർത്ഥിയാവാൻ ശോഭ ശ്രമം നടത്തിയിരുന്നതായി നന്ദകുമാർ ആരോപിക്കുന്നു. ആവശ്യപ്പെട്ട തുക കൂടിപ്പോയതിനാലാണ് ഇത് നടക്കാതിരുന്നതെന്നും ദല്ലാൽ വെളിപ്പെടുത്തി. EP ഡൽഹിയിലെത്തിയത് BJPയിൽ ചേരാനുള്ള തൻ്റെ ഇടത്തോടെയാണെന്നും ഫോൺ വന്നതോടെ ടെൻഷനിലായെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. അതേസമയം CPM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ EP ജയരാജനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ കണ്ടിട്ടില്ലെന്ന് നന്ദകുമാർ പറഞ്ഞു. ശോഭ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. കൂടിക്കാഴ്ചയിൽ EP ജയരാജന് ഒരു റോളുമില്ല. ജയരാജൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയെന്നത് സത്യമാണ്. ആ കൂടിക്കാഴ്ചയിൽ ശോഭാ സുരേന്ദ്രൻ ഇല്ലായിരുന്നു. അവർക്ക് പങ്കുമില്ലെന്ന് നന്ദകുമാർ പറഞ്ഞു. ജയരാജൻ കൂടിക്കാഴ്ചക്കായി ഡൽഹിയിലോ ഗൾഫിലോ പോയിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ K സുധാകരൻ കൂട്ടുകെട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്നും നന്ദകുമാർ പറയുന്നു. തെളിവ് സഹിതം ശോഭയെ നേരിടാൻ തയ്യാറാണെന്നും നന്ദകുമാർ വ്യക്തമാക്കി. K സുധാകരനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ അന്തർധാരയുണ്ടെന്നാണ് ദല്ലാൽ പറയുന്നത്. നേരത്തെ EPയും BJPയും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചതെല്ലാം ഇതോടെ വൃഥാവിലായി. ദല്ലാൽ നല്ല പുള്ളിയാണോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. പണി ദല്ലാളിൻ്റെയാണ്. അഞ്ഞണനമ പറഞ്ഞാൽ വിശ്വസിച്ചോളണം. ദല്ലാൾ മാത്രം നല്ല പുള്ളി ചമയുമ്പോൾ ദല്ലാൾക്കും ഇരിക്കട്ടെ ഒരു കുതിരഭവൻ.